റാഗിംഗ് ചട്ട പരിഷ്കരണത്തിനായി കർമ്മസമിതി രൂപീകരിക്കുന്നതിൽ കൂടുതൽ സമയം അനുവദിക്കാനാകില്ല എന്ന് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവിലൂടെ ആദ്യത്തെ നിർദ്ദേശമെങ്കിലും ഉടൻ നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കരട് സമർപ്പിക്കാൻ ഒരാഴ്ച കൂടി അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ കേസ് നേരത്തെ തന്നെ നിലവിലുണ്ട്. സ്വമേധയാ എടുത്ത കേസാണ്. ആ കേസ് പരിഗണിക്കുമ്പോഴാണ് റാഗിംഗ് വിരുദ്ധ നിയമ പരിഷ്കരണത്തിനുള്ള കർമ്മസമിതിയുടെ രൂപീകരണം അടിയന്തരമായി വേണം എന്നിപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർമ്മസമിതിയുടെ കരട് രൂപം ഒരാഴ്ചയ്ക്കകം അറിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷകൾ കുറേ അധികം വന്നിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല. സർക്കാർ രൂപീകരിക്കുന്ന കർമ്മസമിതിക്ക് മുന്നിൽ വിശദാംശങ്ങൾ നൽകിയാൽ മതി എന്നാണ് അപേക്ഷകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. പൊതുതാൽപര്യ ഹർജി അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പ്രത്യേക ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരമോന്നത നീതിപീഠം തന്നെ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്.